സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ വൈറലായിരിക്കും ഒരു അടിപൊളി സംഭവം എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്ത് പറയാമോ? എന്താണെന്നല്ലേ? ഇത് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്കും ഉണ്ട് ആഗ്രഹമില്ലേ? ഇതും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇതിനെ കുറിച്ച് ഇങ്ങനെ കേട്ട് നമ്മളെല്ലാരും ഇങ്ങനെ കുഴഞ്ഞ് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഇതെന്താണ് നോക്കേ, ഇതെന്താണ്? നിക്കോണിയുടെ ടാൻ വാനിഷ് ആണ്. അപ്പോ ഞാനും ഓർഡർ ചെയ്ത്, എല്ലാവരും ഇത് ഓർഡർ ചെയ്ത് കണ്ടപ്പോ എനിക്കും തോന്നി ഓർഡർ ചെയ്യണമെന്ന്. ഞാൻ ഓർഡർ ചെയ്ത് ഇത് ഇന്നാണ് വന്നത് കേട്ടോ. ഇത് എന്തായാലും നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോ ഇതിനകത്ത് ഇത്രയും ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. ഈ 6 ഐറ്റംസ് ആണ്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഇത് ഇതിന്റെ ലോഷൻ ആണ്, പിന്നെ ഇത് നിക്കോണിയുടെ പൗഡർ ആണ്, ഇത് ക്രീം ആണ്, അതേപോലെ തന്നെ ഇതൊരു ബൗളാണ് നമുക്കിത് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു അളവ് സ്പൂൺ ആണ്, പിന്നെ മിക്സ് ചെയ്യുന്ന നമുക്ക് പുരട്ടാനുള്ള ഒരു ബ്രഷ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തേക്കുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ മിക്സിംഗിലേക്ക് പോകാം. ഇത് നോക്കിക്കേ, ഇത് 2 പോർഷൻസ് ആണ് ഇതിനുള്ളത്. ഒന്ന് ചെറുതും ഒന്ന് വലുതും. അപ്പൊ ഈ ചെറിയ സ്പാച്ചുലയിൽ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പൗഡറില്ലേ, അതിന് ഒരു സ്പാച്ചുല പൗഡർ നമ്മൾ എടുക്കുക. കണ്ടില്ലേ, അതിന് നിറച്ചു കൊടുക്കുക. പിന്നീട് ഈ വലിയ സ്പാച്ചുലയ്ക്ക് അകത്തോട്ട് നമ്മുടെ ഈ ക്രീം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നിറയെ എടുക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ക്രീമിന് ഈ ഒരു കൺസിസ്റ്റൻസി. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത് ഈ ബൗളിലേക്ക് എടുക്കുക. ഈ ബൗളിലേക്ക് രണ്ടും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഈ ബ്രഷ് ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്ത് തരികളൊക്കെ കാണും. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കളർ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. കണ്ടില്ലേ, ഒരു പിങ്ക് കളറായി വരുന്നുണ്ട്. ഇത് കേക്കിന്റെ ഒക്കെ നമ്മൾ ആ ബാറ്ററിന്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ വരും കേട്ടോ. ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട്. അപ്പൊ ഇതിന് ഈ ബ്രഷ് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് കിട്ടും നമുക്ക് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ക്രീം ഇങ്ങനെ കിട്ടും. ഇനിയാണ് ഇത് നമ്മൾ എവിടെയാണോ ടാൻ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടാൻ ഉള്ളിടത്തേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഇതിനകത്തിൽ തന്നെയുള്ള ഈ ഒരു ക്രീമിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഇത് എവിടെയാണോ നമ്മൾ ടാനിന് ഉള്ളത് അവിടെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ക്രീം പുരട്ടാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യാം. ഇങ്ങനെ എടുത്തു ഇവിടേക്ക് പുരട്ടിയിട്ട് അതിന് മുകളിൽ വേണം നമ്മൾ, കണ്ടോ, നന്നായിട്ട് പുരട്ടി. ഇനി ഇത് നമ്മൾ ഈ ടാൻ ഉള്ളിടത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ബ്രഷ് എടുക്കുന്നു, അതിനകത്തിന് എടുത്തിട്ട് ഇവിടേക്ക് ടാൻ എവിടെയാണോ ഉള്ളത് ഒരു 20 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. ഇത് ഇങ്ങനെ വെച്ചിട്ട് പുരട്ടി കഴിഞ്ഞതിന് ശേഷം 20 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ടാൻ ഉള്ളിടത്ത് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ശേഷം നമ്മൾ ഒരു 20 മിനിറ്റിന് ശേഷം അത് റിമൂവ് ചെയ്യുക. അപ്പോഴാണ് ഇതിന്റെ ചേഞ്ചസ് കാണാനായിട്ട് പറ്റുന്നത്. നമുക്ക് നോക്കാം. അപ്പോ ഇതിവിടെ ഇപ്പൊ ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. 15-20 മിനിറ്റിനുള്ളിൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ഒരു വൈപ്സോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഇതിനെ പതുക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. കണ്ടോ, വാവ്! സത്യം പറഞ്ഞാൽ ഞാനിത് ഒട്ടും വിശ്വസിച്ചിരുന്നില്ല കേട്ടോ. അപ്പൊ എനിക്ക് ശരിക്കും ബോധ്യമായി. നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, അവിടെ വന്ന ചേഞ്ചസ് നോക്കിക്കേ. കണ്ടോ, ഇവിടെ ഇത്രയും ഭാഗത്താണ് ഞാൻ തേച്ചിട്ട്, ഇവിടത്തിൽ നിന്നും ഇപ്പുറത്തുണ്ടായ വ്യത്യാസം നിങ്ങൾ നോക്കിക്കേ, പെട്ടെന്ന് മനസ്സിലാകട്ടോ. അപ്പോ ശരിക്കും ഇത് സത്യം തന്നെയാണ്. കണ്ടില്ലേ, ഞാനും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായെങ്കിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു വാങ്ങിക്കുന്നതിന് മുമ്പ് ഇത് എന്തെങ്കിലും എഫക്ട് ചെയ്യുമോ എന്നുള്ളത്. പക്ഷെ എന്തായാലും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും വാങ്ങി നോക്കണം. സൂപ്പർ ആണ് കേട്ടോ. ഇപ്പൊ ഈ വെയിലടിച്ച് നമ്മളിങ്ങനെ ടാൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഉപകാരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാരും വാങ്ങിക്കുക. ഓക്കെ.